യോ ഹോമീസ് വി ആർ ബാക്ക്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് ഇട്ട് വന്നിരിക്കുന്നു, 3ാമത്തെ എപ്പിസോഡാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമ്മൾ അവിടെ വെച്ച് ചത്തിരുന്നു. നമ്മൾ എവിടെ നിന്നായിരുന്നു വന്നതെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ ഇവിടെ വന്ന് നിന്നപ്പോഴേക്കും ഇതിൻ്റെ അകത്തോട്ട് കയറിപ്പോയപ്പോഴേക്കും ഒരു സോംബി നമ്മൾ അടിച്ച് കൊന്നായിരുന്നു. നമുക്ക് അതിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കണം. നമ്മൾ ഐറ്റംസ് ഒക്കെ അവിടെ കിടപ്പുണ്ടായിരിക്കും. ഗൈസ് അവിടെ ഒരു ക്രീപ്പർ ഇപ്പുണ്ട്, കുറച്ച് സോംബീസും ഉണ്ട്. പെട്ടെന്ന് പോയി എടുക്കണം ഗൈസ്. നമുക്ക് ഗൈസ് ബഗ്ഗാവുന്നു. ഓ അതിവിടെ എത്തി ഗൈസ്. നമുക്ക് ഇതിനെ അടിച്ച് തെറിപ്പിക്കണം. ഒരു ക്രീപ്പർ വരുന്നു ഗൈസ്. അടി 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 അടി. ഓ അത് പൊട്ടി. ഓ ഗൈസ് അവിടെ ഉണ്ടായിരുന്നു എൻ്റെ സാധനങ്ങൾ. ലെതർ ആർമറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടെന്തോ ഗൈസ്. ആ ക്രീപ്പർ അടുത്തിട്ട് പൊട്ടിക്കണ്ടായിരുന്നു അവിടെ. ഇതെവിടെ നിന്നാണ് അടി വരുന്നത്? ഓ ഗൈസ് അവിടെ ഒരു സ്കെൽട്ടൺ നിൽക്കുന്നത്. നമ്മളതിൽ എവിടെ നിന്ന് അടിക്കുന്നത് ഇത്? ഓ ഗൈസ് അവിടെയാണ് സ്കെൽട്ടൺ നിൽക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ഇങ്ങോട്ട് പോവാം. പെട്ടെന്ന് അതിൽ ക്രീപ്പർ ഇപ്പോൾ നമ്മൾ ബെഡിൻ്റെ റീസ്പോൺ പോയിന്റ് സെറ്റാക്കി വെച്ചിരുന്നതാണ്. അവിടെ കിടന്ന് ഉറങ്ങാം എന്തായാലും. ഗൈസ് ഇത് ഭയങ്കര പാട് കേട്ടാ. ഇതിന് എന്തൊരു നഷ്ടപ്പെട്ടില്ല. ഒരു അയൺ സോഡ് ഉണ്ടായിരുന്നു. ഓക്കെ അപ്പോൾ അതിവിടെ വന്നാ ഗൈസ് ചത്തു. കുഴപ്പമില്ല. എല്ലാ സാധനങ്ങളും അവനെ കൊന്നിട്ടുണ്ട്. ഇത് കിടക്കാം. ഓക്കെ ഗൈസ് അവിടെ പുറത്തും എല്ലാ ആൾക്കാരുണ്ടെങ്കിലാണ് പണി. നമ്മളെവിടെ കൊടുങ്ങനെ അപ്പുറത്തോട്ടോ ഈ ബെഡ് പൊട്ടിയാണ് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് ഇത് പൊട്ടിച്ചളയാം. നമ്മളെല്ലായിടത്തോട്ടും കറങ്ങിയത് ഗുലുമാലായല്ലോ ഗൈസ്. നമ്മളതിലുണ്ടായിരുന്ന നമ്മളതിൽ എന്തോ ഒരു ആർമർ ഇല്ലായിരുന്നു, ഒരു ലെതർ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടായിരുന്നല്ലേ. നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്കിതിങ്ങനെ വാരിക്കാം. പിന്നീട് നമ്മളൊരു ഈ സ്കോഡൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഞാൻ അതിലത്ത് വെച്ച് ഫൈറ്റ് ചെയ്യും. ഇഷ്ടം പോലെ വീറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയില്ല അവരെ കണക്ക്. ഓക്കെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇതെന്താണ് ഓർക്ക്? ഓ ഓക്കെ ഗൈസ് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഒരെണ്ണം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ പ്ലേസ് ചെയ്യാം. എടുക്കുക. നമുക്ക് ബ്രെഡ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം ഗൈസ്. ബ്രെഡ് അല്ല, ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ബ്രെഡ് കയറി കിട്ടൂലേ. ബ്രെഡ് എന്തേ ഗൈസ്? ഉണ്ടാക്കിക്കോ. നമ്മളിങ്ങനെ ഇരുന്ന് കുത്തണം ഗൈസ്, ഇതാണ് പണി. നമുക്ക് ഈ ഒരു ഫാസ്റ്റിൽ കുത്താം. പിന്നെ പുറത്തുനിന്ന് പോലെ ക്രീപ്പർ വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പണിയാണ്. ബെഡും പൊട്ടും, നമ്മളും പൊട്ടും. ഓക്കെ ഗൈസ് നമ്മളിപ്പം ശബ്ദം ഒന്ന് കൂട്ടിടാം. നമുക്ക് അങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു അയൺ കയ്യിലുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഗൈസിൻ്റെ ഷീൽഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് എനിക്ക് ഓർക്കുന്നില്ല. ഷീൽഡ് ഉണ്ടായിരുന്ന ഗൈസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അടുത്ത റെക്കോർഡ് എടുത്ത് നോക്കാം പിന്നീട്. നമ്മൾ അവിടെ നിന്നാണല്ലേ വന്നത്, അതിൻ്റെ മണ്ടേന്ന് എടുത്ത് ചാടിയാൽ വന്നത്. അല്ല ഇവിടെ നിന്ന് ഒരു സോംബി വരുന്നുണ്ട്. ദയവായി അടിക്കരുത്, എവിടെയാണെന്ന് പറഞ്ഞിട്ട് വരണം. ഗൈസ് വാ. ഓ അത് അടിക്കരുത്, അതിൻ്റെ അടിയിടണം നമുക്ക്. ഗൈസ് അതിനെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. സേഫ് എവിടെയായിരിക്കും? നല്ല സേഫ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് നല്ല ലൂട്ടും കിട്ടണ്ടേ. ഒരു വലിയൊരു എനിക്ക് കണ്ടിട്ട് അങ്ങോട്ട് അധികം സേഫായിട്ടും തോന്നുന്നില്ല, വലിയ ലൂട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം ഗൈസ്. പിന്നെ ഇവിടെ മോപ്സിൻ്റെ നമ്മൾ ഒരു കാര്യം എടുത്ത് കയ്യിലേക്ക് മറന്നുപോയി. അവിടെ ഇതിവിടെ ആവശ്യമുണ്ട് ഗൈസ്. ഇതുവഴി നമുക്ക് സ്പോൺ പ്രൂഫ് ഒന്ന് ചെയ്ത് വെച്ചിരിക്കാം. നമുക്ക് അങ്ങോട്ടും അത്ര ഒന്ന് കവർ ചെയ്ത് നടക്കാം ഗൈസ്. പിന്നെ കോളോ അയണും ഡയമണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് നിർത്തിയൊന്ന് മൈൻഡ് ചെയ്യാം. അവിടെ ഒരു സോംബി അല്ല പിന്നെ വരുത്തിയിട്ട് ക്രീപ്പർ അതാണ് ഗൈസ്. ഇതോടെ വാട്ടറാണ്. അല്ല വെള്ളം തന്നെ. ഇത് സാധാരണ നോർമൽ കേവ്. ഇങ്ങോട്ട് പോകണോ? ഇങ്ങോട്ട് നമുക്ക് പോകണം. അവിടെ ഒരു അയണുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ അകത്തോടെ വെള്ളം ഇവിടെ ഇല്ലായിരുന്നു. ആ വെള്ളത്തിലുള്ള ചാടിയത് ഗൈസ്. പണി കിട്ടി. ഓ ജസ്റ്റ് മിസ്. നമുക്ക് എന്തായാലും ഇപ്പം അങ്ങോട്ട് പോയിട്ടൊന്ന് ടോർച്ച് വെച്ചിട്ട് ഫുഡ് കഴിക്കാം.
ഗൈസ് അവിടെ നിന്ന് അടിയിട്ടാതിരുന്ന തീരുന്നു. സോംബി ഇരുന്നുണ്ട്. എന്തായാലും ഒന്ന് ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയൂല. നമുക്കതുകൊണ്ട് ആ ഒരു ബ്ലോക്കിൽ പോയി നിൽക്കാം. അപ്പോൾ ആയിരിക്കും നമ്മൾ തൊടാൻ കഴിയൂല. ഓക്കെ ഗേസ്, ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ ഇവിടെ സേഫാണ്. സ്കെൽട്ടൺ വരാതെ നമ്മളിവിടെ സേഫാണ് ഗേസ്. ഓ അങ്ങോട്ട് ഫുള്ള് മോബ്സ് ആണല്ലേ. ഫുള്ള് ഹെൽത്ത് ഒന്ന് ഫുള്ളായിക്കോട്ട്. ഹെൽത്ത് ഫുള്ളാവണല്ലോ കഴിച്ചില്ലേ. ഓക്കെ ഗേസ്, എൻ്റെ കൂടാനുള്ളതാണ്. കൂടുന്നില്ല ഇത്. എൻ്റെ ഹെൽത്ത് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഈ കൂടുന്ന. ഒരു റീജനറേഷൻ്റെ പോർഷൻ ഉണ്ടായിരുന്നെങ്കിൽ. ഓ ഇതൊഴുകി ഇങ്ങോട്ടാണ് വരണത്. അപ്പോൾ അവന്മാർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് ഇവിടെ വരാമല്ലേ. ഹോൾഡ് ഓൺ. നമുക്ക് അവിടെ പോയിട്ട് ആ വരാം. വാ വാ വാ. എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ. നമുക്ക് അങ്ങോട്ടേ അടിക്കാം. അല്ലാ പണി കിട്ടി. ഒരു മോബ് ഫാർം ആയി. വാ വാ വാ. ഗൈസ്, ഇത്ര നേരമൊന്നും മിണ്ടായിരുന്നത് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കളിക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്തത് ഗൈസ്. ഈ ക്രീപ്പർ ഇത്തിരി സീനാണ്. അതിനെ നമുക്ക് പൊട്ടിച്ചളയാം. അതിനായിട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് പോയിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് അങ്ങ് വയ്ക്കുക. ഓക്കെ ഗൈസ്, നമുക്ക് വലിയ ഇടാൻ പഠിക്കില്ല അവിടെ ബ്ലോക്ക് വയ്ക്കുമ്പം. അതുകൊണ്ടാണ് ഞാൻ അവിടെ ബ്ലോക്ക് വെച്ചത്. നിങ്ങൾക്ക് അറിഞ്ഞുടങ്ങി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ക്രീപ്പർ നമ്മൾ അടുത്തിക്കണമെന്ന് വെച്ചോ. ഇതൊരു മൈൻക്രാഫ്റ്റ് ആക്കാണ്. ഇപ്പോൾ നമ്മളെടുത്ത് ഒരു ക്രീപ്പർ അടുത്ത് വന്നിരിക്കണമെങ്കിൽ നമ്മൾ കണ്ട ഒരു ബ്ലോക്ക് എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചാൽ മതി ഗൈസ്. അപ്പോൾ അത് പൊട്ടിത്തെറിച്ചാലും നമുക്ക് ഡാം അടിക്കില്ല. ഫുൾ അടിക്കില്ലെന്നല്ല, ചെറുതായിട്ട് അടിക്കില്ല. നിങ്ങൾ കറക്റ്റായിട്ട് വയ്ക്കണമെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഒരു പൊസിഷൻ വയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഡാം അടിക്കില്ല ഗൈസ്. നിങ്ങൾ ചെയ്ത് നോക്കുക. മൈൻക്രാഫ്റ്റ് ഉള്ളവർക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് ബ്ലോക്ക് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ TNT എക്സ്പ്ലോഡ് ആയാലും അത് എനിക്ക് കാണുന്നു തോന്നുന്നു. ഓ ഗൈസ്, ഒരു സോംബി ആയിരുന്നു. ഓ അടി കിട്ടി. ഓർഡർ പോ 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 പോ. നമ്മളിൽ ഇഷ്ടം പോലെ ഒരു ബ്രെഡ് ഉള്ളത് ഒരു നല്ല കാര്യമാണ് ഗൈസ്. അടിച്ചാലോ അവന്. വാ 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 വാ. വാർഡൻ സ്കെൽട്ടൺ കൊണ്ടത്. അല്ലാ 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 അല്ലാ. ഓക്കെ ഓക്കെ, അവിടെ അയണുണ്ട് ഗൈസ്. അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ നമുക്ക് ഈ കിട്ടിയാണ് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം ഫസ്റ്റ്. എന്നിട്ട് നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്കൊരു ബ്ലാസ്റ്റർ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത് എന്തായാലും നല്ലതായി. പക്ഷേ കോളില്ല. അപ്പോൾ നമുക്കൊരു ഫൈറ്റ് എടുക്കേണ്ടി വരും ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഒരു അയൺ. മൊത്തം അയണാണെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും മൈനിങ് വന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് കോളില്ലാത്തൊരു അബദ്ധമാണ് കേസ്. നമുക്ക് എവിടെ നിന്നിട്ട് വല്ലതും ഉണ്ടാക്കണമെങ്കിൽ അത് സാധിക്കില്ല. പിന്നെ അവിടെ റീസ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സീൻ വരില്ല. ഈ ലാപ്പിസ് ലസൂലി സ്റ്റോൺ പിക്കാസ് എടുക്കാൻ പറ്റില്ല. യെസ് ഗൈസ്, എടുക്കാൻ കഴിയും. അത് നല്ലൊരു കാര്യമാണ് ഗൈസ്. നമുക്കിപ്പം ലാപ്പിസ് ലസൂലി വേണം, നമ്മളിപ്പോൾ എടുക്കാൻ മറന്നുപോയി. നമ്മൾ സ്റ്റോൺ പിക്കാസ് എടുത്തോണ്ട് അയൺ പിക്കാസ് എന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാം. അല്ല, സ്റ്റോൺ പിക്കാസ് വെച്ച് തന്നെ അത് മൈൻ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം. എന്നിട്ട് അവിടെ ഒന്നും ഇല്ലയെന്ന് വിശ്വസിക്കുക. ഇവിടെ ഞാൻ കുറച്ച് കോൾ കണ്ടായിരുന്നു. ഇവിടെ ഒരു വവ്വാല, അത് അടിക്കുമോ നമ്മളാ? ഇവിടെ ആരെങ്കിലും ഉണ്ട്? ഇല്ല. ഇവിടെ ആരെങ്കിലും ഉണ്ട്? അല്ലാ, ക്രീപ്പർ. അതെവിടെ നിന്ന് പൊട്ടിയത് ഗീസ്? ഗേസ്, വലിയ വിഷയമൊന്നും ഇവിടെ ഇല്ല, ഞാൻ കാണുന്നില്ല. കേവാകുമ്പോൾ നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ആയിട്ടിരുന്ന് കളിക്കണം. പിന്നെ ഒന്നും മിണ്ടാനും പറ്റൂല. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് നേരം കണ്ടത്. ഞാൻ ഭയങ്കര
സൈലൻ്റ് ആയിരുന്നില്ലേ, അത്രയും നല്ല ഒരു രീതിയിലിരുന്ന ഒരു ഇതുണ്ടല്ലോ ഗൈസ്, നമ്മൾക്ക് പറ്റണത്തൊരു രീതിയിൽ ആ ഒരു രീതിയിലാണ് ഇന്ന് കളിച്ചോണ്ടിരുന്നത്. അവിടെ ഒരു അയൺ ബ്ലോക്ക് ഒട്ടിച്ചോണ്ടിരുന്നത്, അപ്പുറത്ത് ക്രീപ്പർ ഇപ്പുറത്ത് സ്പൈഡർ, ആ ഒരു രീതിയിൽ നിന്നുകൊണ്ടേ എന്തായാലും ഇപ്പം ബാക്കി കൂടെ ഒന്നും എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല, ചത്തതാണ് ഗൈസ്. ഈ ക്രീപ്പർ വന്നു കഴിഞ്ഞാൽ ആ ശബ്ദം കേട്ട ഉടനെ ബ്ലോക്ക് വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്ര നല്ലത്. എനിക്ക് അത്ര റിഫ്ലക്സ് ഇല്ല. പിന്നെ ഡ്രീമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മൈൻക്രാഫ്റ്റ് സ്പീഡ് റണ്ണേഴ്സാണ് ഡ്രീം. അവരൊക്കെ ഭയങ്കര കളിയാണ്. അവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് നല്ല റിഫ്ലക്സ് ഉണ്ട് ഗൈസ്. ഇപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട്, അവനാണെങ്കിൽ മറ്റേ ഡെക്കാസിന് അറിയാമല്ലോ നിങ്ങൾക്ക്, അവൻ്റെ കൂടെ കളിക്കുന്നവനാണ്. അവർ രണ്ടുപേരും കൂടെ ഒരു മാൻഹണ്ട് ചെയ്താണ്. പെട്ടെന്ന് ഡ്രീം ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഡെക്ക് ഹൗസ് ഒന്ന് പെട്ടെന്ന് അടിച്ച് താഴെ തള്ളിയിട്ട് ഗീസ് ആ കാണുന്ന ഡയമണ്ട് അല്ലേ? എസ് ഗീസ് ഡയമണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡയമണ്ട് അവിടെ കണ്ടുപിടിച്ചിരുന്നു. അതായത് നമുക്ക് അങ്ങോട്ട് അറിയിക്കാം. നമുക്ക് സ്മെൽട്ടർ ഉള്ളതിനാൽ വലിയ പേടിക്കാനൊന്നുമില്ല, നമുക്ക് എന്തായാലും സ്മെൽറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തൊന്ന് ലൈറ്റ് പ്രൂഫ് ചെയ്ത് വെച്ചിരിക്കണം, അല്ല സ്പോൺ പ്രൂഫ്. സ്കെൽട്ടൺ ഉണ്ട് ഗീസ് ഇവിടെ എവിടെയോ, അതെന്തായാലും അവിടെയൊക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് കോൾ ഇതിൻ്റെ അകത്തോട്ട് എടുത്ത് വയ്ക്കുക. ഇത്രയും കോൾ ആവശ്യം വരില്ല, ഇതിൻ്റെ പകുതി നമുക്കെടുത്ത്, പകുതിയല്ല ഗീസ്, ഇത്രയും ഇതിൻ്റെ അകത്ത് ഇരുന്നാൽ മതി. ബാക്കി നമ്മളൊക്കെ കുറച്ചും കൂടെ ഓക്കെ, ഇത്ര ഇരുന്നാൽ മതി ഗീസ്. ഇത് മൊത്തം സ്മെൽട്ട് ആയിക്കോളും. ഇതുവഴി എവിടെന്നെങ്കിലും ക്രീപ്പറിൻ്റെ സമയം കയറി വരാൻ പറ്റും, ഇതുവഴി പറ്റും ഗീസ്. അപ്പം നമുക്ക് അവിടത്തുള്ള ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, പിന്നെ വച്ചെടുത്ത് വയ്ക്കാം. ഇനി ഒന്നിനും ഇതിൻ്റെ മടലിട്ട് കയറാൻ പറ്റില്ലെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഞാൻ അവിടെ സേഫാണ്. സ്കെൽട്ടൺ എന്നെ റീച്ച് ആവുമെന്ന് ചോദിച്ചാൽ ആവുമായിരിക്കും. അതുകൊണ്ട് അവിടെ നിന്ന് അടിക്കുന്ന ഒരു സ്കെൽട്ടൺ എന്നെ റീച്ച് ആവും. ഇതിപ്പോൾ എത്രണ്ണമായി? 7 ഇപ്പം തന്നെ സ്മെൽട്ടായ. അപ്പോൾ ഈ ബ്ലാസ്റ്റർ, ഇതിൻ്റെ പേരെന്തായിരുന്നു? ബ്ലാസ്റ്റ് ഫർണസ്. ഇത് കിട്ടില്ല സാധനം കേട്ടോ. എവിടെയാണ് ഇത്രയും മോബ്സ് നിൽക്കുന്നത്? നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിലുണ്ടായിരുന്നെങ്കിൽ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല ഗൈസ്, കയ്യിൽ ഉണ്ടാക്കാം. വെച്ച സ്ഥലം മാർക്കില്ല. ഇത് പൊട്ടിച്ചിട്ട് ഗൈസ്, നമ്മൾ ഇതിലിട്ടൊരു ആക്സ് ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? ആക്സ് ഉണ്ടാക്കണം. ഇപ്പം നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ഷീൽഡും ഒരു പിക്കാക്സും ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. ഇപ്പം ഇവിടെ അതാണ് ആവശ്യം. ഒരു ചെസ്റ്റ് പ്ലേറ്റ്, പിക്കാക്സ്, പിന്നെ എന്തായിരുന്നു എന്തോന്നും കൂടെ ആലോചിച്ച് ഞാൻ മറന്നുപോയി. ഓക്കെ ഗൈസ്, നന്നായിട്ടുണ്ട്. നമ്മൾ കയ്യിലോട്ടെടുത്ത് വെച്ചിരിക്കാം. നമുക്ക് ആവശ്യം വരുമ്പം നമുക്കും ഒന്ന് സ്റ്റിക്കില്ലല്ലോ. നമ്മളിൽ വുഡില്ലെങ്കിലാണ് പണി. ഇതിൻ്റെ അകത്തൊക്കെ വന്ന് നടന്നിട്ട് നമുക്കൊരു കുറച്ച് ഇതുണ്ടാക്കാം. അധികം ഇതില്ല, ഒരു 10 എണ്ണം ഇത്ര മതി. ഇനി നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നത്? ഒരു ചെസ്റ്റ് പ്ലേറ്റ് അല്ലേ ഫസ്റ്റ്. ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 8 എണ്ണം ബാക്കി വരും. 8 എണ്ണം ബാക്കിയുണ്ട്. ഓക്കെ, അതിന് ഇങ്ങോട്ട് ഇട്ട് ഇനി നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം. ഓക്കെ, അതും ഉണ്ടാക്കി, അതും കയ്യിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണം. നമ്മൾ തലക്കണ്ട ആ ഒരു ഡയമണ്ട് പൊട്ടിച്ചെടുക്കണമെങ്കിൽ പിക്കാക്സ് വേണം. ഇനി ഒരു ആക്സ് കൊണ്ട് ക്രാഫ്റ്റ് ചെയ്യാം. വേണോ? ആക്സ് തന്നെ. ഇനി നമുക്കെല്ലാം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് വയ്ക്കാം. ഇത് ഇങ്ങോട്ടോട്ട്. ഈ ബണ്ടിലൊരു ഒരുമാതിരത്തൊരു പരിപാടിയാണെങ്കിൽ ബണ്ടിലിൻ്റെ അകത്തോട്ടൊന്നും വെക്കാനും പറ്റൂല. പക്ഷെ വെക്കാൻ പറ്റൂല, ബണ്ടിലെടുത്ത് ഇങ്ങോട്ട് മാറ്റാനും പറ്റൂല. ഇതെല്ലാം ചവറായി കിടക്കണം. നമുക്ക് ഈ ഒരു ബ്ലോക്സിൽ അതിനടുത്ത് കളഞ്ഞു കേസ്. അത് നമ്മളുടെ ഈ ചപ്പും ചവറുകളെല്ലാം നമുക്ക് വരികേണ്ട അകത്തോട്ടേക്കാം. ആ ഗോൾഡ് ചപ്പും ചവറൊന്നുമില്ല, എന്നാലും വാരി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാരി വയ്ക്കണമെന്നേ ഉള്ളൂ. ഒന്ന് ക്ലിയർ ആക്കി എടുക്കണ്ടേ കേസ്, അത്രയൊക്കെ വയ്യുള്ളൂ. മതി. ഇതിപ്പോൾ ഇത് ഡ്രോപ്പായി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിൻ്റെ സാധനങ്ങളെല്ലാം ഇരുന്നോളൂ. ഇതിൻ്റെ അകത്തിരിക്കൂല. അതൊക്കെ ഫുൾ നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടി ചെയ്യാം ഗീസ്. ഇതൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ഇതും ഇതുകൊണ്ട് എൻ്റെ അകത്തോട്ട് പോകും. ഇല്ല, ഫുള്ള് പോയില്ല. അതിൻ്റെ അതിരിക്കട്ടെ. നമ്മൾ ഇൻവെൻ്ററി ഒന്ന് കറക്റ്റായിട്ടൊന്ന് വയ്ക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇതിന് നമുക്ക് ഇതിൻ്റെ അകത്തില്ല. സ്ഥലങ്ങളൊക്കെ ഇരുന്ന് മതിയല്ല.
അതെ ഗൈസ്, ഇത് ഫസ്റ്റ് സ്ലോട്ട്, ഇത് അല്ല, ഇത് ഫസ്റ്റ് സ്ലോട്ട്, ഇത് സെക്കൻഡ് സ്ലോട്ട്, അല്ലല്ല തിരിഞ്ഞു. ഇത് അടുത്തത്. ഓക്കെ, പൊട്ടിച്ചോ, അത് പൊട്ടിച്ച്, ഇതും പൊട്ടിച്ചോ. ഡയമണ്ട് പോയി പൊട്ടിച്ചെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് ലൈറ്റ് ചെയ്യാം. ഇവിടെയും ഒരു സ്പൈഡർ ഇപ്പുണ്ട്, ഞാൻ ഇവിടെ കണ്ടായിരുന്നു. അതാ നിൽക്കണം. പക്ഷേ ഞാൻ സ്വിഫ്റ്റ് അടിച്ച് വെച്ചിരുന്നുണ്ട് നല്ലത്. അവ അടിച്ച് നോക്ക് ബാക്ക് ആയി പോകും ഗേസ്. അടി. ഓക്കെ, അവൻ അടിച്ചിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ അവനെ നമുക്ക് കൊല്ലാം. അവനെ തന്നെ തിരിച്ചടിച്ച് ഗേസ്. അടി. ഓക്കെ, അവൻ ചത്തിട്ടുണ്ട് ഗേസ്. ഓക്കെ, നമുക്കൊന്ന് താട്ടിറങ്ങി നോക്കാം ആരെങ്കിലും ഇവിടെ ഉണ്ടാകും. ബാക്കിൽ കൂടെ ഒന്ന് അടിക്കണവന്മാരാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നത് ഗേസ്. ഫ്രണ്ടിൽ കൂടെ പറഞ്ഞവന്മാരൊന്നും കാണാനെങ്കിലും പറ്റില്ല. ആ ഒരു സൈഡിലോട്ട് അവിടെ അയണുണ്ട്. യെസ് ഗേസ്, അയൺ. നമ്മൾ അയൺ വൈനാണ് വന്നത്. അത് വേറെ കരിപ്പിച്ച് ഡയമണ്ട് നല്ലതല്ലേ ഗേസ്? നിങ്ങൾ പറ, ഡയമണ്ട് നിങ്ങൾക്ക് വേണോ വേണ്ടേ? നിങ്ങളൊരു വേൾഡ് തുടങ്ങി, അപ്പോൾ വേൾഡിൻ്റെ അകത്ത് മൊത്തം ഡയമണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഡയമണ്ട് നിങ്ങൾ എടുക്കൂലേ? നിങ്ങൾക്ക് പറ. ഞാനാണെങ്കിൽ എടുക്കും, നിങ്ങളോ? പിന്നെ ഈ ഒരു ഇപ്പോഴായിട്ട് മൈൻക്രാഫ്റ്റിൽ എന്താണ് എക്സ്റേയിങ്, നമ്മൾ മറ്റേ ഹാക്കൊക്കെ യൂസ് ചെയ്യുമല്ലേ, അതുപോലെയാണ് ഇപ്പം മൈൻക്രാഫ്റ്റിൽ എക്സ്റേ വിഷൻ. അവിടെ ഒരു വിച്ചുണ്ട് കേസ്, അത് പക്ക പണിയാണ്. നിങ്ങൾക്കറിയാം വിച്ച് ഭയങ്കര സ്പ്ലാഷ് പോഷ് എന്തിനായിരുന്നു പറഞ്ഞത്? ഈ സ്പ്ലാഷ് ഞാൻ പറയണില്ല, എന്തോ ഒരു പോഷൻ ഉണ്ടല്ലോ എറിയാൻ പറ്റുന്ന രീതിയിലുള്ളത്. അതിനെ വലിച്ചെറിഞ്ഞു ഒരുമാതിരി ഒരു ഇറിറ്റേറ്റിംഗ് ആണ്, എനിക്കിഷ്ടമല്ല അത്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇന്നലത്തെ വീഡിയോയിൽ അവസാനിപ്പിച്ചത് നമ്മൾ ചത്തതും ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ മിക്കവാറും ചാവുമ്പോൾ തന്നെ അവസാനിക്കുന്നതായിരിക്കും തോന്നുന്നത്. പരമാവധി ഞാൻ ചാവാതിരിക്കാൻ നോക്കാം ഗൈസ്. ഞാൻ ഇന്നലെ ചത്ത നിങ്ങൾ കണ്ടതാണ്. 2-3 സോംബീസ് ഒന്ന് അടിച്ച് കൊന്നതാണ്. പിന്നെ രണ്ടാമത് ഒന്നും കൂടെ ചത്ത്, അത് സാധനങ്ങൾ എടുക്കാൻ പോയപ്പോൾ അത് മഹാ തോൽവിയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്കൊരു കാര്യം അറിയാമെന്നുള്ളത്, ഈ ഒരു ക്രീപ്പറിനെ അടുത്തോട്ട് വലിച്ചിട്ടേ, ഈ ക്രീപ്പറും വിച്ചും കൂടെ അടുത്തോട്ട് വരുമല്ലോ, ആ ഒരു ടൈമിൽ ക്രീപ്പറിനെ വിച്ചിൻ്റെ അടുത്തിട്ട് പൊട്ടിക്കാം ഗീസ്. അത് ഡാം അടിച്ചു തോൽവില്ല അവനിക്ക്. എന്താണ് നോക്കിക്കൊണ്ട് കൊള്ള ദജ്ജാൽ അടിച്ചിട്ട് നോക്കിയാണ്. അവ എറിയണത് അവനിക്ക് കൊള്ളും, അത് നല്ല കാര്യമാണ് ഗീസ്. ചത്ത്, ഇതെങ്ങനെ ചത്തത് ഗൈസ്? അത് പണിയാണ്. ഈ വിച്ച് ഇത് എന്തിനു എറിയണത്? അവനെ അങ്ങനൊന്നും മാറ്റി ഇറത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും പെട്ടെന്നൊന്നല്ല. വെള്ളമുണ്ട്, രക്ഷപ്പെട്ട്. എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് ആ സാധനങ്ങൾ മൊത്തം എടുത്തോണ്ട് അങ്ങ് ഓടാം. വിച്ച് അവിടെ നിന്ന് പോയി, രക്ഷപ്പെട്ട്. എടുത്തോ. പണിയാണ്. ആരൊക്കെ വരണത്? ഓടിക്കോ. യെസ്, പണിയായി. ചത്തേ, ഞാൻ ചാവാൻ പോണേ. അയ്യോ ഞാൻ ചത്തേ, ചാവാൻ പോണേ. അയ്യോ ചത്തേ, ചാവാൻ പോണേ. എവിടെ എത്തി ഗൈസ്? കള്ള ദജ്ജാല്. ബാക്കിൽ നടി. എടാ നിനക്ക് ഹാറാമിക്ക ദജ്ജാല്. എടാ ആണത്തില്ലല്ലോടാ ബാക്കിൽ കൂടെ ഒന്നടിക്കാൻ. എടാ പോടാ. ചത്ത്. ഇതെന്തരി ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെടാനില്ല ഇത്. ഒരുമാതിരി ആവണം. ഇവന്മാരെയൊക്കെ കൊന്ന് കൊല കുടിക്കാനാ. അവിടെ ഈ ക്രീപ്പറിന് അവിടെ അവിടെയാണ് ഞാൻ ചത്തത്. അത് നന്നായി. ഓടിക്കോ, ചാടിക്കോ, ഓടിക്കോ. അവിടെ ആരെങ്കിലും ഉണ്ട്? അവന്മാർ കൊന്നോടനെ ഇവിടെ നിന്ന് മാറിയിരുന്നെങ്കിൽ ഇനി അവന്മാരുടെ എവിടെയെങ്കിലും കാണും. നമ്മൾ ഒരു തവണ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈമാണ്. പക്ഷെ നമ്മളൊരു ഫൈറ്റിങ്ങിലൊരു ക്ലോസർ ടു ഫൈറ്റിംഗ് ആ ഒരു ടച്ച് നമ്മളെ കയ്യിലിപ്പോഴും ഉണ്ടെങ്കിൽ. ഈ ഒരു സോംബി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഗൈസ്, ആ സോംബി ഡീസ്പൂണായി പോയതാണ്. അതെൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയതാണ്. എൻ്റെ ഷേഡുണ്ട് കയ്യിൽ വെച്ചോ. ഇനി എന്തൊക്കെ ഉണ്ട് കയ്യിൽ? പിക്കാക്സ് ഉണ്ട്, ഓക്കെ. അയണൊക്കെ കയ്യിലുണ്ട്, ബണ്ടിലില്ല, അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, എന്തെങ്കിലും വേറെ ഒന്നും കുറവൊന്നുമില്ല. ഒരു ടോർച്ചും കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെന്തോ കയ്യിൽ, പിന്നെ ഒന്നുമില്ല. അത് ഡാർക്കാണല്ല. ചാടിക്കോ.
2 സ്കെൽട്ടൺസ്. നമുക്കിങ്ങനെ ഒരാളെ മാത്രം ഡീൽ ചെയ്യും. നമുക്ക് ആദ്യം ആ ഒരു സൈഡിലോട്ട് ഓടാം ഗീസ്. 1 2 3 അല്ലല്ലോ ഇത്. 1 2 അല്ലല്ലോ. ഓക്കെ ഗീസ്, നമുക്കിങ്ങനെ നിൽക്കാം. ഫുൾ ആർമറാണ്. ഇവൻ്റെ ആർമർ നമുക്കൊന്ന് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അടി 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 അടി. അവിടെ വേറെ ഒരുത്തൻ. അവൻ്റെ കണ്ണിലോട്ട് നോക്കണത് ഒട്ടും സേഫല്ല. ഇതെന്താണ് അവൻ്റെ അടുത്ത് എൻ്റെ അടി കൊള്ളാത്ത? പൊട്ടിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡയമണ്ട് ഗെയിമിൽ നമ്മൾ ഫസ്റ്റ് ഡയമണ്ടാണ് പൊട്ടിക്കാൻ പോകുന്നത്. 2 ഉണ്ട്. അവിടെ ഗീസ് ഇതവിടെ തന്നെ അല്ലേ? ഇത് ആ സ്ഥലം തന്നെ, പക്ഷേ ഒരു ഡയമണ്ട് 1 ഇട്ടിട്ട് വലിയ ഉപയോഗമില്ല. ഇനിയും ഡയമണ്ട് കിട്ടുമായിരിക്കും. നമുക്ക് താഴോട്ട് പോവാം, അങ്ങോട്ട് നോക്കിയിട്ട് ഫസ്റ്റ് പൊട്ടിച്ചെടുക്കാം. ഇവിടെ നിന്നാ വരുന്നുണ്ട്. ആരാ വരുന്നുണ്ട്? എനിക്കറിയാം ഗീസന്മാരൊക്കെ പണ്ടേ ഇവിടെ ആയിപ്പാണ്. ഈ എൻഡർമാനൊക്കെ വന്ന് നമ്മളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു വലിയ കുഴപ്പമാണ് ഗീസ്. അവനെ അടി കിട്ടണ ഉടനെ അവൻ എങ്ങോട്ടെങ്കിലും ടെലിപ്പോർട്ടാവും. പിന്നെ ഏത് വഴി ഒന്ന് അടിക്കുമെന്ന് ആയിരിക്കും അറിഞ്ഞൂടാ. അല്ല, എനിക്കറിഞ്ഞൂടാ. പൊട്ട് അവന് കിട്ടാനുള്ളത് കിട്ടി. അത് കിട്ടാണ്ടത് അവന് കിട്ടാനുള്ള കിട്ടി. ആരുടെ അടുത്തുനിന്ന്? കിട്ടാനുള്ള ആളിൻ്റെ അടുത്തുനിന്ന് തന്നെ കിട്ടി. ഇത് നല്ല സേഫ് സ്പോട്ടാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ നമുക്ക് ഫുള്ളൊന്ന് ആർമർ ആവണം. ഫുൾ ആർമർ ആവാൻ കഴിയില്ല, എന്നാലും നമുക്ക് അയൺ വെച്ച് ഫുൾ ആർമർ ആക്കാം. എന്ന് പറയുമ്പോൾ അത് ഫുൾ ആർമർ തന്നെ. പക്ഷെ നമ്മൾ പ്രൊട്ടക്ഷൻ ഫുൾ ആവില്ലല്ലോ. ഇവിടെ ഫുള്ള് ഇത് കാണിക്കൂലല്ലോ. നമുക്ക് എന്താ അവിടെ നിന്നതെങ്കിലും ഒരു കോള് പോലെ. നമ്മൾ ഇൻവെൻട്രി സ്പേസ് ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യില്ല. അത്ര തന്നെ ചെയ്യുള്ളൂ. നമുക്ക് ഈ കേവിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങിയങ്ങ് പോകണോ? പക്ഷെ നമുക്ക് അധികമൊന്നും കാണാനൊന്നും കഴിയൂല അങ്ങനെ പോയി കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് കാണാൻ കഴിയും. പക്ഷെ അവിടെ ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനും കഴിയൂല. നമ്മൾ അതുവഴി പോയെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഡയമണ്ട് ഉള്ളത് നമുക്ക് അറിയാനും കഴിയൂല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുവഴി തന്നെ പോയി. അതാകുമ്പോഴത്തേക്കും ഇവിടെ വലിയ സ്പേസാണ്. ഇവിടെ ഡയമണ്ട് ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. കിട്ടിയല്ലേ ചട്ടി വെച്ചോ. നോക്ക്, ഈ എൻഡർമാൻ ഒന്ന് കൊന്നു വിടണം ഗൈസ്. എൻഡർമാൻ്റെ കണ്ണിലോട്ടൊക്കെ കഴിഞ്ഞാൽ എൻഡർമാൻ അടുത്തോട്ട് വരും. ഐഡിയ. ഒരു കുറച്ച് ബ്ലോക്ക് അങ്ങോട്ട് കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ അകത്തായിരുന്ന ബ്ലോക്സ് അല്ല എന്തടി പറ. ആടി അരു പറ. നീ പറ.
ഓ ഗൈസ്, പണി കിട്ടി. ഇനി അവ എവിടെ നിന്ന് അടിക്കുമെന്ന് അവനിക്ക് തന്നെ അറിയാം. ഗൈസ്, ഇത്രയും നേരം നമ്മൾ സാധാ മൈൻക്രാഫ്റ്റാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അല്ലാതെ ഒരു വഴിയും ഇല്ല, എനിക്ക് ഒന്നും കണ്ടിട്ട് തോന്നുന്നില്ല അങ്ങനെ ഒരു വഴിയുണ്ടെന്ന്. ഓ വേറെ ഒന്നുമില്ല, ഞാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്നറിയില്ല, ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പം എന്തിനായിരിക്കുന്നത്. എനിക്കിത് ചെയ്താലേ പറ്റുള്ളൂ. അയ്യോ, ഇപ്പോൾ ഒരാശ്വാസം തോന്നുന്നുണ്ട് ഗൈസ്. ഇനി അധികം പേടിയൊന്നും ഇല്ല, ഒരു പേടിയും ഇല്ല. ഇനി ആരെന്താ ചെയ്താലും ഒരു പേടിയും ഇല്ല നമുക്ക്. ഇനി ആര് വന്നാൽ നമുക്കെന്ത് ചുക്ക് പുല്ല്. പിന്നെ ഇങ്ങനെ റീച്ചാവും. ആര് വന്നാ എന്ത് വന്നാ അമ്മക്ക് എന്ത്. പൊട്ടടാ നീ, പൊട്ടി നോക്കടാ നീ. തരത്തിനൊത്ത് പോയി കളി മച്ചാ. നടക്കും എനിക്ക് ഒരേ പൊക്കോണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ടൊന്നും നീ വരാൻ നിൽക്കണ്ട. ബാക്കിൽ കൂടെ ഒന്ന് പൊട്ടെങ്കിലും ഉണ്ടല്ലോ നാണില്ലാത്തവന്. ബാക്കിൽ കൂടെ പറഞ്ഞവന്മാർ തന്നില്ലാത്തവന്മാർ മര്യാദയ്ക്കും തോന്നടാ. ഓ ഓ കേസ് ഞങ്ങളെ കേട്ടാണ് നമ്മൾ ഓവറായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞൂടാ കേസ്. അല്ലാ, അവിടെ നിന്ന് ആരോ വന്നു. എഞ്ചർമാനിങ് എത്തി. മച്ചാൻ പെട്ടല്ലേ ഇവിടെ. എഞ്ചർമാൻ ഇപ്പം എൻ്റെ അടുത്തുള്ള കലിപ്പെല്ലാം മറന്നിട്ടിരിക്കുകയാണ് കേസ്. ഇനി വന്നതിന് അല്ലാ ചത്ത്. ഞാൻ അവനെ നോക്കണില്ല മച്ചാനെ. നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അപ്പുറത്തെ സൈഡിലോട്ട് മാറിക്കി മച്ചാൻ. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയ്ക്ക് നല്ല ലെങ്തായി. ഇപ്പം ഭയങ്കര ലെങ്താണ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പം നമുക്ക് ഇപ്പം ഒന്ന് അടച്ചുകൊണ്ട് വെച്ചിരിക്കാം. ഇനി മണ്ടേന്ന് ആരും വന്ന് അറ്റാക്ക് ചെയ്യണ്ട. ഓക്കെ, നമുക്ക് ടോർച്ച് വെച്ചിരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ബൈ ബൈ, സി യു. ഇനി അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. നമുക്കിനി ഒരു പുതിയ എപ്പിസോഡിൽ കാണാം ഗൈസ്.